ഞങ്ങൾ അതും ശക്തിപ്പെടുത്തണമെന്ന് ആ ഉദ്ദേശവും എനിക്ക് കൂടിയുണ്ട്. അവരോട് വിളിച്ചിട്ട് എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ട്. മൂന്നാമത്തെ എൻ്റെ ഒരു ജോലി പറഞ്ഞാണെങ്കിൽ എൻ്റെ കീഴിൽ ഒരു ടെക്നിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും കൂടിയുണ്ട്. അതിനകത്ത് എഞ്ചിനീയർമാർ മാത്രമാണ്. അതായത് റോഡ് ഉണ്ടാക്കുന്ന ഈ ഡാമുകൾ, കനാലുകൾ, റോഡിൻ്റെ പരിധിയിൽ വരുന്ന ഡാമുകൾ, കനാലുകൾ, ടണലുകൾ, അതിനകത്ത് എന്തെങ്കിലും ഒരു തെറ്റായ രീതിയിലെ കൺസ്ട്രക്ഷൻ അഥവാ അത് നടന്നിട്ടുണ്ടോ അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ അത് എനിക്ക് ഈ ടെക്നിക്കൽ ടീമിൻ്റെ സൈറ്റിൽ അയച്ചിട്ട് അന്വേഷിച്ചിട്ട് റിപ്പോർട്ട് എടുക്കാനുള്ള ഒരു ദൗത്യവും എനിക്കുണ്ട്. പിന്നെ ഈ 3 തരത്തിലുള്ള ജോലി നമ്മൾ മനസ്സിലായി കാണണം. പിന്നെ ബോർഡിൻ്റെ അതിർത്തിയിൽ പറഞ്ഞുള്ള ഡാമുകളുടെ സുരക്ഷത എങ്ങനെ ശക്തമാക്കുക, രാത്രിയിൽ അവരുടെ സുരക്ഷ നോക്കാൻ വേണ്ടി എന്തെല്ലാം പുതിയ ഇൻസ്ട്രുമെൻറ്റ്സ് ഉള്ള ആവശ്യമുണ്ടോ, ഉണ്ടെങ്കിൽ ഏത് ഇൻസ്ട്രുമെൻറ്റ് സജസ്റ്റ് ചെയ്യുക, അതുപോലെ ദൗത്യവും കൂടി. ഇപ്പോൾ ഇരിക്കുന്ന കേരള പോലീസ് ഓരോ ഡാമിനെ കുറേ പോലീസുകാരുടെ ഉണ്ട്. ആ പോലീസുകാരുടെ എണ്ണ കുറവാണോ, മതിയാണോ, ഇല്ലെങ്കിൽ കൂട്ടണോ, അതെല്ലാം സജഷനോ നമ്മുടെ അവിടെ കൊടുക്കുന്നത്. കഴിഞ്ഞ വർഷത്തിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ പെർഫോമൻസ് അത്രയും നല്ലതില്ലായിരുന്നു. കഴിഞ്ഞ വർഷത്തിൽ ആകെ മൊത്തം കേരളത്തിൽ പിടിച്ചത് 386 മോഷണങ്ങൾ മാത്രമാണ്. അതിനകത്ത് 269 മോഷണങ്ങൾ വീടുകളിൽ നിന്ന് പിടിച്ചായിരുന്നു. 71 മോഷണങ്ങൾ അഗ്രികൾച്ചർ കണക്ഷനിൽ നിന്ന് പിടിച്ചായിരുന്നു. 43 കൊമേഴ്ഷ്യൽ കണക്ഷനിന് മോഷണം പിടിച്ചിരുന്നു. ഇത് 3 HT കണക്ഷൻ, അതായത് ഹൈ ടെൻഷൻ കൂടുതൽ ഇൻഡസ്ട്രി ലെവലിൽ ഇത്ര മാത്രമേ അവർക്ക് കഴിഞ്ഞ വർഷം പിടിക്കാൻ കഴിയുള്ളൂ. പിന്നെ ഇറഗുലറിറ്റീസ് അവർ പിടിച്ചത് 3392. ഇത് കഴിഞ്ഞ വർഷത്തിന്റെ മാത്രം കണക്കാണ്. 2013 3392. ക്വാളിറ്റി മീറ്റർ പിടിച്ചത് 150 മാത്രം. ഷോർട്ട് അസസ്മെന്റ് 472. പിന്നെ മാൽ പ്രാക്ടീസസ് 2390. കഴിഞ്ഞ വർഷത്തിന്റെ അസസ്മെന്റ്, ടോട്ടൽ അസസ്മെന്റ് ഉണ്ടായിരുന്നു 38 കോടി. പിന്നെ അവസാനത്തെ കലക്ട് ചെയ്തത് പിഴ വിശ്വാസം കൂട്ടണമെന്നാണ് ശേഷം ശക്തമായിട്ട് കൊടുത്തിരിക്കുന്നത്. അതിൽ ഒരു ഉദാഹരണം, ഞാൻ വന്ന ശേഷം 10 ദിവസത്തിൽ ഉണ്ടായ 10 മുതൽ 19 ഇറഗുലാരിറ്റീസ് 135. അമൗണ്ട് അസസ്ഡ് 1,50,00,000. 1,50,00,000. ഇത് 10 ദിവസത്തിൻ്റെ കാര്യമാണ്. അപ്പോൾ ഈ രീതിയിൽ പോയാൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഈ കൂടുതൽ റിസൾട്ട് കാണിക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഒരു കാര്യം നാട്ടുകാരുടെ അറിയിക്കാൻ വേണ്ടി ഒരു കാര്യം നമ്മൾ എഴുതിയാറുള്ളതായിരുന്നു. മോഷണം വളർന്നത് എങ്ങനെയാണ്, ഇതിനൊരു വലിയ മോഷണം എങ്ങനെ ആവുന്ന അത് ഒന്ന് മനസ്സിലാക്കണം. 4 തരത്തിലുള്ള കാര്യമാണ്. ഒന്നാമത്തെയാണ് മോഷണം തന്നെ. ഇന്ന മോഷണം ഉണ്ടായിരുന്നു, ഞാൻ അവിടെ പോയതാണ്. 40,000 രൂപയായിട്ട് മോഷണമാണ്. വീട്ടിലെ കണക്ഷനിൽ നിന്ന്, വീട്ടിന്റെ മീറ്ററിൽ നിന്ന് പുറത്ത് വേറെ ഒരു അടുത്ത ലൈൻ പോകുന്ന ഡയറക്റ്റ് ആയിട്ട് അവിടെ നിന്ന് കണക്ഷൻ എടുത്തിരിക്കുകയാണ്. ലൂപ്പിംഗ് പറയാം. ഇതൊരു മോഷണം. മീറ്ററിൽ എന്തെങ്കിലും കാര്യം വന്നില്ലെങ്കിൽ സ്വന്തം വീട്ടിൽ
വീടിലും വീട്ടിലെ കാര്യം വന്നില്ലെങ്കിൽ അതൊരു മോഷണമാണ് അങ്ങനെ പറയാം. ഒന്നുമില്ലെങ്കിൽ പുറത്തു നിന്ന് കണക്ഷൻ എടുക്കാം, ഇല്ലെങ്കിൽ അടുത്ത് വീട്ടിൽ നിന്ന് കണക്ഷൻ എടുക്കാം, ഇല്ലെങ്കിൽ വീട്ടിൽ കൃത്രിമം കാണിക്കാം. അത് മനസ്സിലായി? അത് ഒഴിവാണ്. അതാണ് മോഷണം ആദ്യത്തെ. രണ്ടാമത്താണ് മിസ്യൂസ് ഓഫ് ടാരിഫ്. 4 തരത്തിലുള്ള ടാരിഫാണ് നമ്മുടെ നാട്ടിൻ്റെ ഉള്ളത്. ഒന്നാമത് അഗ്രികൾച്ചർ. കർഷകർക്ക് വെറും 2 രൂപ യൂണിറ്റ്. കർഷകർക്ക് കിട്ടുന്ന യൂണിറ്റിന് പൈസ ഏറ്റവും